ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു ചാർട്ട് പേപ്പറിൻ്റെ നല്ലൊരു ഭാഗമാണ്. അത് വെച്ച് നമ്മളൊരു സ്റ്റാർ ഉണ്ടാക്കാനാണ് പോകുന്നത്. ചാർട്ട് പേപ്പറിൻ്റെ നല്ലൊരു ഭാഗത്തിന് നമ്മൾ ഇങ്ങനെ മടക്കണം. റോളിങ് ആയതുകൊണ്ട് അങ്ങനെ പോവുക കേട്ടോ. കറക്റ്റായിട്ട് വെച്ചിട്ട് മടക്കണം. ഞങ്ങൾ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് കുറേ സ്റ്റാർ ഇരിക്കുന്നുണ്ടോ, അതേപോലത്തെ സ്റ്റാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കാണുന്നുണ്ടല്ലോ, അതിനെ മടക്കിയിട്ട് ഇനി ഇതിനെയാണ് നമ്മൾ വെട്ടിയെടുക്കാൻ പോവുകയാണ്. പിന്നെ നമ്മൾ ആ ചാർട്ട് കഷ്ണത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ നമ്മളിങ്ങനെ തുല്യമായിട്ട് മടക്കൂലേ, ഇങ്ങനെ വെച്ചൊരു നമ്മൾ A4 ഷീറ്റൊക്കെ ഒരു കറക്റ്റ് സ്ക്വയറിൽ കിട്ടാനായിട്ട് മടക്കണ പോലെ ഹോൾഡ് ചെയ്യുക. നല്ല പ്രസ്സായിട്ട് മടക്കണം കേട്ടോ. ആ വരയൊക്കെ നമുക്ക് ആവശ്യമുള്ള വരയാണ്, കാരണം കാണാൻ വിധത്തിൽ നമ്മൾ മടക്കി കറക്റ്റായിട്ട് വെക്കണം. നമുക്ക് ഈ ഒരു വന്ന ഭാഗം മുറിച്ചളയാം. അപ്പം നമ്മൾ ആ കഷ്ണത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഇങ്ങനെ തുറക്കാം. ഇങ്ങനെ തുറന്നുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു സ്ക്വയർ കിട്ടി. ആ സ്ക്വയറിനെ നമ്മൾ നേരത്തെ വരച്ച വരയില്ലേ, ഈ ഒരു സൈഡ് എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ വരയോടൊപ്പം യോജിപ്പിച്ച് ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ നല്ല രീതിയിലൊന്ന് മടക്കി കൊടുക്കണം. ഇങ്ങനെ മടക്കിയിട്ടുണ്ടല്ലോ, അതുപോലെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടുമല്ലോ. ഇനി നമ്മളിത് അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഈ വരയിലോട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് വെച്ച് എന്ത് ചെയ്യണം, മടക്കി നല്ലോണം പ്രസ് ചെയ്ത് മടക്കണം. നമുക്കിവിടെ ഇങ്ങനത്തെ ഒരു വശമില്ലേ, അതിനെ നമ്മളിത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ പ്രസ് ചെയ്ത് മടക്കണം. നമുക്ക് ഈ രണ്ട് വശമില്ലേ, ഈ രണ്ട് വശത്തിൽ ഏതെങ്കിലും ഒരു വശം എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നേരത്തെയുള്ള ആ ഒരു പാടിൻ്റെ രീതിയിലോട്ട് ഉറപ്പിച്ച് നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ ഒരു വശം ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ ഇതേപോലെ തന്നെ എടുത്തിട്ട് വയ്ക്കുക. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിങ്ങനെ തുറന്നെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വശം ഉണ്ടാവില്ലേ, നമുക്കപ്പോൾ ഇവിടെ അങ്ങോട്ട് പശ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഈ വശം ഒട്ടിക്കണം. ഇത് നമ്മളുടെ ഈ സൈഡും പശ തേച്ചിട്ട് ഒട്ടിക്കണം. പശ വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ പശ വയ്ക്കണം. ഇത് നമ്മുടെ ഇപ്പം ഇങ്ങനെ ഇത് തുറന്ന് കിടപ്പുണ്ടാവുമല്ലോ, അതിനെ നമുക്കിത് ഇങ്ങനെ വെക്കാം. ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അതേപോലത്തെ 5 ഷേപ്പുകളാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 6 എണ്ണം യൂസ് ചെയ്യാം, 7 എണ്ണം യൂസ് ചെയ്യാം, 8 എണ്ണം യൂസ് ചെയ്യാം. എന്നാലും സ്റ്റാറിനൊക്കെ പറ്റിയത് ഒരു 5 ഷേപ്പൊക്കെയാണ്. സ്റ്റാറിൻ്റേതായ ലുക്കൊക്കെ സ്റ്റാറിന് കൊടുക്കണേ. ഇത് നമ്മൾ അതിൻ്റെ അകത്തൊരു പീസ് എടുക്കുക. അതിൻ്റെ അകത്തൊരു പീസ് എടുത്തിട്ട് നമുക്കിവിടെ ഒരു വരവ് കാണുമല്ലോ, ആ വരയുടെ ഉള്ളിൽ തന്നെ ഇട്ട് നല്ലോണം പശ തേച്ച് കൊടുക്കുക. എന്നിട്ടിത് അടുത്തൊരു പീസ് എടുത്തിട്ട് ഈ പീസിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. സൈഡൊന്നും മാറാൻ പാടില്ല, അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കണം.
അതേപോലെ തന്നെ ഒട്ടിച്ച് അടുത്ത പീസിൻ്റെ പുറകിൽ തന്നെ അടുത്തത് ഇങ്ങനെ പശ തേക്കണം ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പീസ് എടുത്തിട്ട് അതേപോലെ തന്നെ വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ 3 എണ്ണം അങ്ങനെ ഒട്ടിച്ച് ഇനി അതേപോലെ തന്നെ ആ മൂന്നാമത്തേൻ്റെ ആ വരയുടെ ഉള്ളിൽ തന്നെ പശ തേച്ച് അടുത്തത് ആ ഒരു രീതിയിൽ തന്നെ ഒട്ടിക്കണം. ഇനി നമുക്ക് അടുത്തതും ഒട്ടിക്കാനായിട്ട് ഇങ്ങനെ പശ തേക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത പീസ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം എല്ലാം ഒരേ രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മളിത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരുവിധം ഇത് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ 5 പീസാണ് ഒട്ടിച്ചേക്കണത്. നമുക്ക് വേണേൽ 6 എണ്ണം ഒട്ടിക്കുക, 7 എണ്ണം ഒട്ടിക്കുക, 8 എണ്ണം ഒട്ടിക്കുക, ഇഷ്ടംമാതിരി ഒട്ടിക്കുക. എന്നാലും 5 എണ്ണമാണ് ആ സ്റ്റാറിൻ്റെ ഒരു ലുക്ക്. അതായത് നമ്മൾ ഏറ്റവും അവസാനത്തേന് ഇങ്ങനെ പശ തേച്ച് കൊടുക്കണം. ചാർട്ട് പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് കളർ പേപ്പർ ആയാലും 4 ആക്കിയിട്ട് 4നെ ഒരു പകുതിയാക്കിയിട്ട് ഒട്ടിക്കാം. ഇതിങ്ങനെ ഇപ്പം ഞാൻ ഒന്നും കൂടി കാട്ടിത്തരാം. ഇങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ രൂപത്തിന് ഈ അറ്റത്തുനിന്നും കൊണ്ടുവന്ന് ഇങ്ങനെ ആട്ടുമ്പോൾ നമുക്കിവിടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. വലിയ സ്റ്റാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കൂട്ടുകാരിലോട്ടൊക്കെ പരമാവധി എത്തിക്കുക. അതെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ സ്റ്റാറുകളാണ് ഇത്രയും. ഇതിപ്പോൾ ഞാൻ കാട്ടിയേക്കണ ഈ കളർ സ്റ്റാറൊക്കെ ഉണ്ടാക്കിയേക്കണ കളർ പേപ്പർ വെച്ചാണ്. സാധാരണ A4 സൈസാണ്. ഇത് നമ്മൾ ചാർട്ട് സൈസ് പേപ്പർ വെച്ച് ഉണ്ടാക്കിയ കളർ ചാർട്ട് വെച്ച് ഉണ്ടാക്കിയ സ്റ്റാറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് സ്റ്റാറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക.